അതല്ലേലും അങ്ങനെയാ. ഈ അമ്മമാരുണ്ടാക്കുന്ന മീൻകറിക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാ. അതുപോലെ ഞങ്ങളുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി മുളകിട്ട മീൻകറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം വൃത്തിയായി കഴുകി നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി പൊട്ടി വരുന്ന ഉലുവയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നന്നായി വഴറ്റുക. അധിക സമയം കളയാതെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. ഇവ രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു അരപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാത്തിൽ നിന്നും പകുതി വീതം എടുത്താൽ മതി ഈ അരപ്പുണ്ടാക്കാനായിട്ട്. അങ്ങനെ ഈ വെളുത്തുള്ളി ഇഞ്ചി നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കുറച്ച് ചേർത്ത് അതുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. അതിനു മുന്നേ നമ്മൾ ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും അല്പം ഫിഷ് മസാലയും കൂടി ചേർക്കാം. ഇവ രണ്ടും നന്നായി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി പൊടി കരിയാത്ത വിധം അതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ പരിവൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നന്നായി ചൂടാറിയ ശേഷം ഇതിനെ നമുക്കൊരു മിക്സറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കി ഇതുപോലെ നമുക്ക് കിട്ടണം. നമ്മുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ പുറകെ തന്നെ പച്ചമുളകും ബാക്കി വെച്ചിരിക്കുന്ന വേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായി തിളച്ച് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതാണ് ഇതിൻ്റെ പാകം. അങ്ങനെ നന്നായി ഇളക്കി കൈവിടാതെ ഇളക്കി നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളവും ഉപ്പും പുളിയും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.